ശതാഭിഷേക നിറവിൽ ഡോക്ടർ DM വാസുദേവൻ. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രിൻസിപ്പലും പ്രശസ്ത ആധ്യാത്മിക പണ്ഡിതനും നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ കാര്യദർശിയുമാണ് ഡോക്ടർ DM വാസുദേവൻ. വർഷത്തിൽ 600ഓളം റിസർച്ച് പ്രോട്ടോകോൾ ഡോക്ടർ DM വാസുദേവൻ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഡോക്ടറാണ്, പക്ഷേ ജനങ്ങളെ ചികിത്സിക്കുന്നതിന് പകരം പഠനങ്ങളിലൂടെ വൈദ്യശാസ്ത്രത്തിന് കൂടുതൽ കരുത്ത് നൽകാനാണ് തനിക്ക് ഏറെ ഇഷ്ടം. ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഞാൻ ചികിത്സകനായാൽ കേവലം എണ്ണം പറഞ്ഞവരെ മാത്രമല്ലേ ചികിത്സിക്കാൻ സാധിക്കൂ, മറിച്ച് പഠനങ്ങളിലൂടെ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുമ്പോൾ അത് അനേകായിരങ്ങൾക്ക് ഗുണമാകില്ലേ. ശതാഭിഷേക നിറവിൽ നിറപുഞ്ചിരിയോടെ ഡോക്ടർ DM വാസുദേവൻ പറയുന്നു. ഒരു ഡോക്ടർക്ക് 1000 പേരെ ചികിത്സിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അതേസമയം ഒരു പ്രത്യേക പഠനം നടത്തിയിട്ട് ആ പഠനത്തിൽ നിന്ന് ഒരു ചികിത്സാ രീതി തന്നെ പുതുതായിട്ടുണ്ടാവുന്നു എന്ന് വിചാരിച്ചാൽ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് അത് ഉപകാരപ്രദമായിട്ട് തീരും. തീർച്ചയല്ലേ അത്. നെറ്റിയിൽ കളഭക്കുറിയും മായാത്ത പുഞ്ചിരിയും സൗമ്യത തുളുമ്പുന്ന മുഖവും രാജ്യം കണ്ട മികച്ച വൈദ്യശാസ്ത്ര ഗവേഷകനും അധ്യാപകനുമായ ഡോക്ടർ DM വാസുദേവന്റെ യാത്ര തുടരുകയാണ്. മലപ്പുറം മഞ്ചേരി മംഗലത്ത് ദാമോദരൻ നമ്പൂതിരിയുടെയും മാധവിയമ്മയുടെ മകനായി 1942 ജൂൺ 6 വാസുദേവന്റെ ജനനം. മഞ്ചേരി ബോർഡ് ഹൈസ്കൂളിലും കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വാസുദേവൻ തുടർന്ന് MBBS പഠനത്തിനായി 1962 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്നു. തുടർന്ന് 1968 അവിടെ തന്നെ അധ്യാപകനായി നിയമനം കിട്ടി. അന്നു മുതൽ പിന്നെ അധ്യാപനത്തിന്റെ വഴിയായിരുന്നു ഡോക്ടർ DM വാസുദേവന്. ഒപ്പം പഠനവും. ബയോകെമിസ്ട്രി ആയിരുന്നു പ്രധാന വിഷയം. ഇമ്മ്യൂൺ സെൽസ്, ക്യാൻസറിനെതിരായിട്ട് പ്രത്യേകമായിട്ട് പ്രവർത്തനം നടത്തുന്ന ഇമ്മ്യൂൺ സെൽസിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ കൂടെ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. 1,00,000 സെല്ലുകളുണ്ടെങ്കിൽ, ബ്ലഡിലെ 1,00,000 സെല്ല് അത്തരം സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നിന് മാത്രമേ അത്തരം പ്രവർത്തനം നടത്താൻ കഴിവുള്ളൂ. ആ ഒരു സെല്ലിനെ ഈ 1,00,000 സെല്ലുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പഠനം ഞാൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഇന്ന് സാധാരണ ജനങ്ങൾക്ക് തന്നെ ഉപയോഗപ്രദമായി വന്നു കഴിഞ്ഞു. ഒരു 10-40 വർഷം മുമ്പിലത്തെ പഠനങ്ങളാണ് ഇന്ന് ഉപയോഗപ്രദമായിട്ട് വരുന്നത്. ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് MD പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ മെഡിക്കൽ കോളേജുകളിലായി അധ്യാപകനായി സേവനം നടത്തി. അന്നും ഗവേഷണങ്ങൾക്കായിരുന്നു ഊന്നൽ. തിരുവനന്തപുരം, കോട്ടയം അടക്കമുള്ള മെഡിക്കൽ കോളേജുകളുടെ പ്രാരംഭ ഘട്ടത്തിലായിരുന്നു ഡോക്ടർ DM വാസുദേവന്റെ സേവനം. ഇന്ന് ആ മെഡിക്കൽ കോളേജുകൾ നാടിന്റെ നട്ടെല്ലായി വളർന്നുവെന്ന് അദ്ദേഹം പറയുന്നു. സ്വിറ്റ്സർലൻഡിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ്പെരിമെന്റൽ ക്യാൻസർ റിസർച്ചിലും ലോകാരോഗ്യ സംഘടനയുടെ ഗ്രാന്റോടുകൂടി സ്വിറ്റ്സർലാൻഡിൽ തന്നെ രോഗപ്രതിരോധ ശാസ്ത്രത്തിൽ അഡ്വാൻസ് ട്രെയിനിംഗ് കോഴ്സും പൂർത്തിയാക്കിയ ഡോക്ടർ തുടർന്ന് ലണ്ടനിലെ ചെസ്റ്റർ BT ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉപരിപഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്യാൻസറിനെതിരെ പ്രതിരോധ ശക്തമാക്കാനുള്ള മാർഗങ്ങൾ തേടിയായിരുന്നു ഡോക്ടറുടെ പ്രധാന ഗവേഷണം. ഹൃദയ സംബന്ധമായ അപകടഘട്ടങ്ങളിൽ വെളിച്ചെണ്ണ ഉപഭോഗത്തിന്റെ സ്വാധീനമില്ലെന്ന ഡോക്ടർ DM വാസുദേവന്റെ കണ്ടെത്തൽ കേരളക്കരയ്ക്ക് ഏറെ ആശ്വാസമായിരുന്നു. ഒരു 75 വർഷം മുമ്പ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അങ്ങനത്തെ എണ്ണകൾ ഹൃദ്രോഗത്തിന് കാരണമാവും എന്ന് കണ്ടെത്തിയിരുന്നു 75 വർഷം മുമ്പ്. പക്ഷേ പിന്നീട് ഒരു 25 വർഷം മുമ്പ് നടന്ന പഠനങ്ങളിൽ, 25-30 വർഷം മുമ്പ് നടന്ന പഠനങ്ങളിൽ ഈ കോക്കനട്ട് ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ പോലും ആ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മറ്റ് ഓയിൽസിലുള്ളതിനേക്കാൾ വിശേഷമായിട്ടുള്ള തരമാണ്. അത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് എന്ന് കണ്ടെത്തി. ഇതിനൊപ്പം നിരവധി മെഡിക്കൽ ഗവേഷണ പ്രബന്ധങ്ങളും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബയോകെമിസ്ട്രി ഫോർ മെഡിക്കൽ സ്റ്റുഡൻസ് എന്ന പുസ്തകം ഇന്ന് ഇന്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ ഏറെ ഉപയോഗിക്കപ്പെടുന്ന കൃതികളിൽ ഒന്നാണ്. വിദ്യാർത്ഥികൾക്ക് ബയോകെമിസ്ട്രിയെ ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. ജീവശാസ്ത്രത്തിന്റെ ഭാഷയാണ് ബയോകെമിസ്ട്രി എന്നാണ് ഡോക്ടറുടെ വാദം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ക്യാൻസർ റിസർച്ച് ലബോറട്ടറിയുടെ സ്ഥാപക മേധാവിയായിരുന്നു ഡോക്ടർ DM വാസുദേവൻ. 2007 മുതൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്തിന്റെ ഉപദേശക സമിതി അംഗമായി തുടരുന്ന ഡോക്ടർ കേരളത്തിനകത്തും പുറത്തുമായി നിരവധി മെഡിക്കൽ ബോർഡുകളിലും അംഗമാണ്. 2002 അമൃത മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചപ്പോൾ കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പൽ ആയിരുന്നു ഡോക്ടർ വാസുദേവൻ. നിലവിൽ അമൃത ആശുപത്രി റിസർച്ച് വിഭാഗത്തിൽ ഡീനായി പ്രവർത്തിച്ചു വരികയാണ്. 1992 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ പ്രശസ്ത മെഡിക്കൽ അധ്യാപകനുള്ള ഡോക്ടർ BC റോയ് അവാർഡ് നൽകി രാഷ്ട്രം ഡോക്ടർ DM വാസുദേവനെ ആദരിച്ചു. ഇനിയും വൈദ്യശാസ്ത്രത്തിന് പലതും ചെയ്യാനുണ്ടെന്നും പുതിയ തലമുറയിലുള്ളവർക്ക് പിന്തുണ നൽകലാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും ഡോക്ടർ DM വാസുദേവൻ പറയുന്നു. ജനം, തൃശൂർ.